സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ സ്നേഹിക്കാൻ ഒരു കാലം തുടരുന്നു. എന്താ കുട്ടി നീ പറഞ്ഞത്? വിശ്വസിക്കാനാവാതെ പത്മകുമാരി ചോദിച്ചു. അതെ, സത്യമാണ് ഞാൻ പറഞ്ഞത്. കാക്കനാട്ടുള്ള ഫ്ലാറ്റിൽ ശ്രീരാജും ഹണിയും ഒന്നിച്ച് താമസിക്കുകയായിരുന്നു എന്ന കാര്യം അമ്മയ്ക്കും അറിയാമായിരുന്നല്ലോ. അവിടെ നിന്നല്ലേ അവനെ അവിടുത്തെ ബന്ധുവായ സന്ദീപും കൂട്ടുകാരും കൂടി ചേർന്ന് പിടിച്ചുകൊണ്ടുപോയത്? പത്മകുമാരി തളർച്ചയോടെ അടുത്തുണ്ടായിരുന്ന കസേരയിലേക്ക് റിസീവറുമായിരുന്നു. ശ്രീരാജിൻ്റെ രക്തത്തിലുണ്ടായ കുഞ്ഞ് ഒരു പെണ്ണിൻ്റെ വയറ്റിൽ വളരുന്നു. അവൻ്റെ കുഞ്ഞ്, അവൻ്റെ ആദ്യത്തെ കുഞ്ഞ്. എനിക്കെല്ലാം അറിയണം, എല്ലാം. ആദ്യം മുതൽ. എങ്ങനെയായിരുന്നു കുട്ടി ഇതിൻ്റെ തുടക്കം? പത്മകുമാരി ചോദിച്ചു. ഹണിയുടെ വീട് ചെങ്ങന്നൂരാണമ്മേ. അവളുടെ ചാച്ചൻ സർക്കാർ സർവീസിലായിരുന്നു. അവളുടെ ചേച്ചിയും ഹസ്ബൻഡും ഓസ്ട്രേലിയയിലാണ്. ചേച്ചിയുടെ പ്രസവം പ്രമാണിച്ച് അവളുടെ ചാച്ചനും അമ്മച്ചിയും അങ്ങോട്ട് പോയിരിക്കുകയാണ്. ആ സമയത്താണ് ഞങ്ങളുടെ ഫൈനൽ എക്സാം കഴിഞ്ഞതും കോളേജ് അടച്ചതും. എന്നിട്ട് ശ്രീരാജ് ഹണിയും കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി സ്നേഹത്തിലായിരുന്നു. ഹോസ്റ്റലിൽ അവളുടെ റൂംമേറ്റ്സ് ആയിരുന്നു നിത്യയും ഞാനും. എല്ലാ കാര്യങ്ങളും ഹണി ഞങ്ങളോട് തുറന്നു പറയുമായിരുന്നു. ഒരേ ക്ലാസ്സിലായിരുന്നതുകൊണ്ട് ശ്രീരാജും ഞങ്ങളുടെ ഫ്രണ്ടായിരുന്നു. പക്ഷേ നിങ്ങളെക്കുറിച്ചൊന്നും അവൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. വെക്കേഷന് വീട്ടിൽ വന്നാൽ അവൻ എൻ്റെ അടുത്ത് നിന്ന് മാറത്തില്ലായിരുന്നു. കോളേജിലെ സകല വിശേഷങ്ങളും അവൻ പറയുമായിരുന്നു. എന്നിട്ടും പേടിച്ചിട്ടാണമ്മേ. അമ്മയറിഞ്ഞാൽ അത് അച്ഛൻ്റെ ചെവിയിൽ എത്തുമെന്ന് അവൻ ഭയന്നു. അമ്മയെ അവന് വലിയ ഇഷ്ടമായിരുന്നു. അച്ഛനെ ഭയങ്കര പേടിയും. കുട്ടിക്കാലത്തെ തെറ്റ് ചെയ്താൽ അച്ഛൻ കഠിനമായി ശിക്ഷിക്കുമായിരുന്നു എന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. വെട്ടൊന്ന് തുണ്ടൻ രണ്ട് എന്ന സ്വഭാവമാണ് അവൻ്റെ അച്ഛന്. പ്രായം ഇത്രയായിട്ടും അതിനൊരു വ്യത്യാസവും വന്നിട്ടില്ല, പത്മകുമാരി പറഞ്ഞു. ഹണിയും ശ്രീരാജും തമ്മിൽ വലിയ ഇഷ്ടത്തിലായിരുന്നമ്മേ. പക്ഷേ അവരുടെ സ്നേഹം പഠനത്തെ ബാധിച്ചതേയില്ല. രണ്ടുപേരും മികച്ച മാർക്കാണ് സെമസ്റ്റർ എക്സാമുകളിൽ മേടിച്ചത്. ശ്രീരാജിന് ക്യാമ്പസ് സെലക്ഷനും കിട്ടി. അതെ, പരീക്ഷ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടാണല്ലോ അവൻ ഇൻഫോ പാർക്കിൽ ജോലിക്ക് പ്രവേശിക്കാൻ പോയത്. ഒരു കൂട്ടുകാരനോടൊപ്പം ഫ്ലാറ്റ് വാടകയ്ക്കെടുത്തു എന്നാണ് അവൻ അന്ന് പറഞ്ഞത്. ശ്രീരാജും ഹണിയും താമസിക്കാൻ വേണ്ടിയായിരുന്നു ഫ്ലാറ്റ് എടുത്തത്. എക്സാം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് കോളേജിനടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയാണ് ഹണിയുടെ കഴുത്തിൽ താലി കെട്ടിയത് ശ്രീരാജ്. അങ്ങനെ അവളെ കല്യാണം കഴിച്ചു. നിത്യയും ഞാനുമായിരുന്നു അതിൻ്റെ സാക്ഷികൾ. അതിൻ്റെ ഫോട്ടോസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അമ്പലത്തിലെ വിവാഹ രജിസ്റ്ററിൽ എല്ലാം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഞങ്ങൾ 4 പേരും ഒപ്പിട്ടിട്ടുമുണ്ട്. എൻ്റെ ഈശ്വരന്മാരെ, ഒന്നും ഞങ്ങൾ അറിഞ്ഞില്ല. അവൾ എന്നോട് പോലും പറഞ്ഞില്ല. പത്മകുമാരി തേങ്ങി. പറഞ്ഞിരുന്നെങ്കിൽ അന്ന് തന്നെ അച്ഛൻ വന്ന് അവനെ കൊണ്ടുപോകുമെന്ന് അറിയാമായിരുന്നു. 1 മാസത്തിലേറെ അവർ ആ ഫ്ലാറ്റിൽ ഒന്നിച്ച് താമസിച്ചു. ആ സമയത്താണ് അച്ഛനും അമ്മയും തൃപ്പൂണിത്തുറയിൽ ഒരു കല്യാണത്തിന് പങ്കെടുക്കാൻ വന്നത്. അവൾ ആ സമയത്ത് എൻ്റെ അടുത്ത് വന്നാണ് താമസിച്ചത്. പത്മകുമാരിക്ക് എല്ലാം ഓർമ്മ വന്നു. മെത്തയുടെ ചുവട്ടിൽ നിന്ന് ലെഗിൻസ് കണ്ടെടുത്തത് താനായിരുന്നല്ലോ. കൂട്ടുകാരൻ്റെ ഭാര്യയുടേതാണെന്ന് പറഞ്ഞാണ് അവനന്ന് തടി തപ്പിയത്. പക്ഷേ അവന് ഞങ്ങൾ അവിടെ തന്നെയുള്ള വേറൊരു കുട്ടിയെ കല്യാണം ആലോചിക്കാൻ കൂടിയാണ് അന്ന് വന്നത്. പെണ്ണ് കാണാനും പോയി. എന്നിട്ടും അവൻ ഒരക്ഷരം പോലും എന്നോട് പറഞ്ഞില്ല. ആ ആലോചന മുറുകുമെന്ന് അവൻ വിചാരിച്ചില്ല. പക്ഷേ അത് ഉറപ്പിക്കും എന്ന് ബോധ്യമായപ്പോൾ വീട്ടിൽ വന്ന് ഇക്കാര്യം അവതരിപ്പിക്കാൻ ഇരിക്കുകയായിരുന്നു. പക്ഷേ അതിനു മുമ്പേ ശ്രീജിയുടെ അച്ഛനും അമ്മയും ഹണിയെ കണ്ടുപിടിച്ചു. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എനിക്കറിയാം. അവൾ അപ്പനമ്മമാരെ ധിക്കരിച്ചു. എൻ്റെ മോൻ അവൻ്റെ അച്ഛനമ്മമാരെ അപമാനിച്ചു. തെറ്റാണ് 2 പേരും ചെയ്തത്. അതിൻ്റെ ശിക്ഷയാണ് അവളും അവനും അനുഭവിക്കുന്നത്, പത്മകുമാരി പറഞ്ഞു. ശരിയാണമ്മേ, ചെയ്യാൻ പാടില്ലാത്തതാണ് 2 പേരും ചെയ്തത്. ഞങ്ങൾ കൂട്ടുകാരികൾ അതിന് കൂട്ടുനിൽക്കുകയും ചെയ്തു. അവരെ ഒറ്റുകൊടുക്കാൻ ഞങ്ങളുടെ മനസ്സ് അനുവദിച്ചില്ല. അവൾ ഗർഭിണിയാണെന്ന് ശ്രീരാജന് അറിയാമോ? ഇല്ലമ്മേ. അവനെ അവിടെ വന്ന് പിടിച്ചുകൊണ്ട് പോയതിന് ശേഷമാണ് ഹണി ഇക്കാര്യം അറിയുന്നത്. ഇതൊന്നും ഇവിടെ ആർക്കും അറിയില്ല. ആര് പറഞ്ഞിട്ട് അറിയാനാണ്? അറിഞ്ഞ അന്നു മുതൽ അവൾ ശ്രമിക്കുന്നു ഇക്കാര്യം ശ്രീരാജിനെ അറിയിക്കാൻ. അവൻ്റെ നമ്പറിൽ ഒരു 1000 തവണ വിളിച്ചു കാണും, പക്ഷേ കിട്ടിയില്ല.
പിന്നെ ശ്രീജയുടെ വീട്ടിൽ ചെന്നാണ് ഇവിടുത്തെ നമ്പർ മേടിച്ചത്. അവളുടെ അച്ഛൻ ഓസ്ട്രേലിയയിൽ നിന്ന് 4-5 ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവൾക്ക് വേറെ കല്യാണമായെന്നും ഇക്കാര്യം പറഞ്ഞ് ആരും അങ്ങോട്ട് ചെല്ലരുതെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന പോലെ പത്മകുമാരിക്ക് പെട്ടെന്ന് അക്കാര്യം ഓർമ്മ വന്നു. അവളുടെ ചാച്ചൻ അവിടെ വന്ന് ശ്രീരാജിൻ്റെ അച്ഛനോട് സംസാരിക്കുകയാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അത് നടന്നില്ലെങ്കിൽ അവൾക്ക് വേറെ കല്യാണം ആലോചിക്കും. അങ്ങനെ സംഭവിച്ചാൽ എന്താണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് അറിയാമല്ലോ. എന്തുണ്ടാകും? പത്മകുമാരിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ 2 മാസം ഗർഭിണിയാണ് ഹണി. അവളുടെ ചാച്ചൻ നിർബന്ധിച്ച് അതില്ലായ്മ ചെയ്യിക്കും. അതായത് ശ്രീരാജിൻ്റെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ വെച്ച് ഏതെങ്കിലും ഡോക്ടർ കശാപ്പ് ചെയ്യും. പത്മകുമാരി ഞെട്ടി. ഇക്കാര്യം ഒന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ വിളിച്ചത്. അമ്മയെ തന്നെ കിട്ടിയത് ഭാഗ്യമായി. അല്ലെങ്കിൽ ഇക്കാര്യം അറിയിക്കാൻ എനിക്ക് അവസരം കിട്ടത്തില്ലായിരുന്നു. നിന്റെ പേരെന്തെന്നാ മോളെ പറഞ്ഞത്? വീണ നായർ. എവിടെയാ നിന്റെ വീട്? ഹരിപ്പാടിനടുത്ത്. നിന്റെ നമ്പർ പറ മോളെ, അവർ ആവശ്യപ്പെട്ടു. ടെലിഫോൺ സ്റ്റാൻഡിൽ തന്നെ ചെറിയ ഡയറിയും പേനയും വെച്ചിട്ടുണ്ടായിരുന്നു. പത്മകുമാരി ഡയറി എടുത്ത് തുറന്നു. വീണ പറഞ്ഞു കൊടുത്ത നമ്പർ അവർ അതിൽ കുറിച്ചിട്ടു. ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട കേട്ടോ, അവൻ്റെ അച്ഛനായിരിക്കും ഫോൺ എടുക്കുന്നത്. ശരി അമ്മേ, ശ്രീരാജ് വരുമ്പോൾ വിവരം പറയണേ. ഹണിയെ കഷ്ടപ്പെടുത്തല്ലേ. അവളെ രക്ഷപ്പെടുത്താൻ അമ്മ സഹായിക്കണം. അമ്മയ്ക്ക് മാത്രമേ കഴിയൂ. അമ്മയ്ക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ. പത്മകുമാരി മെല്ലെ റിസീവർ വെച്ചു. കഴുകി ഉണക്കിയെടുത്ത ഷർട്ടുകളും മുണ്ടുകളും പ്രിയ ഭംഗിയായി ഇസ്തിരിയിട്ട് മടക്കി ഒന്നിനു മീതെ ഒന്നായി വെച്ചു. എല്ലാം ശ്രീരാജിൻ്റേതാണ്. വൈകുന്നേരമാണ് കുളി. അത് കഴിഞ്ഞാണ് അവൻ വസ്ത്രം മാറുന്നത്. കല്യാണത്തിനു മുമ്പ് പ്രിയ അവളുടെ അനുജൻ പ്രവീണിൻ്റെ വസ്ത്രങ്ങളും ഇതുപോലെ കഴുകി ഉണക്കി ഇസ്തിരിയിട്ട് കൊടുക്കുമായിരുന്നു. അവൾക്കിഷ്ടമാണ് അത്തരം ജോലികൾ. ശ്രീരാജിൻ്റെ പ്രായമാണ് പ്രവീണിനും. വസ്ത്രങ്ങളുടെ അടുക്കുമായി അവൾ കോണിപ്പടികൾ കയറി ചെന്നു. കട്ടിലിൽ ചരിഞ്ഞു കിടക്കുകയായിരുന്നു അപ്പോൾ ശ്രീരാജ്. വായന അവന് ഇഷ്ടമാണ്. അതറിയാവുന്നതുകൊണ്ട് ഒരുപാട് ആഴ്ചപ്പതിപ്പുകളും പുസ്തകങ്ങളും വാങ്ങിക്കൊണ്ടുവന്ന് സന്ദീപേട്ടൻ അവൻ്റെ മുറിയിൽ വച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നുവരെ അവൻ എന്തെങ്കിലും എടുത്ത് വായിക്കുന്നത് കണ്ടിട്ടില്ല. കാൽ പെരുമാറ്റം കേട്ട് അവൻ തലയുയർത്തി നോക്കി. പ്രിയയെ കണ്ട് അവൻ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. കുറേ ദിവസമായി അവൻ ഏറ്റവും കൂടുതൽ കാണുന്ന മനുഷ്യജീവിയാണ് പ്രിയ. ഇടയ്ക്ക് സന്ദീപിനെയും കാണാറുണ്ട്. പ്രിയയെ കാണുന്നതൊരു സാന്ത്വനമാണ്. സന്ദീപ് ഒരു പേടി സ്വപ്നവും. നിനക്ക് എന്തെങ്കിലും എടുത്ത് വായിച്ചുകൂടെ ശ്രീ? സകല സമയവും ഇങ്ങനെ ചിന്തിച്ച് കിടക്കണോ? അലമാര തുറന്ന് വസ്ത്രങ്ങൾ അടുക്കുമായി വെച്ചുകൊണ്ട് പ്രിയ പറഞ്ഞു. മനസ്സിന് സ്വസ്ഥതയില്ലാതെ എങ്ങനെ വായിക്കാൻ പറ്റൂ ഏട്ടത്തി? ജീവിച്ചിരിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ആഹാരം കഴിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ അതും ഹണിയെ എന്നെങ്കിലും വീണ്ടും കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ആത്മഹത്യ ചെയ്യാത്തത്. പ്രിയ അവൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. എന്തെങ്കിലും നിനക്ക് അവളെ കാണാൻ കഴിയുമായിരിക്കും. പക്ഷേ അവൾ അന്ന് വേറൊരാളിൻ്റെ ഭാര്യയായി കഴിഞ്ഞിരിക്കും. ആരുടെ? അവൻ ഞെട്ടലോടെ ചോദിച്ചു. ഇന്ന് രാവിലെയാണ് അക്കാര്യം സന്ദീപേട്ടൻ എന്നോട് പറഞ്ഞത്. അവളുടെ അച്ഛൻ 2 ദിവസം മുമ്പ് ചെറിയച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആര്? ഹണിയുടെ ചാച്ചനോ? വിശ്വാസം വരാതെ അവൻ പ്രിയയെ നോക്കി. അതെ, ഓസ്ട്രേലിയയിൽ നിന്നാണ് വിളിച്ചത്. അവളുടെ മാരേജ് ഫിക്സ് ചെയ്തെന്നും ഒരു ബന്ധുവാണ് പയ്യനെന്നും ഇനി ഇക്കാര്യം പറഞ്ഞ് ആരും അങ്ങോട്ട് ചെല്ലരുതെന്നും ഒരുതരം ഭീഷണിയുടെ സ്വരത്തിലാണത്രേ സംസാരിച്ചത്. നുണയെ ഏട്ടത്തി, എൻ്റെ മനസ്സ് മാറ്റാനായി അച്ഛനും സന്ദീപേട്ടനും കൂടി മെനഞ്ഞെടുത്ത കള്ളക്കഥയെ ഇത്. ഞാൻ വിശ്വസിക്കത്തില്ല. അതെനിക്കറിയില്ല ശ്രീ. സന്ദീപേട്ടൻ എന്നോട് പറഞ്ഞത് അങ്ങനെയാണ്. കള്ളമായിട്ടതി. കാരണം എനിക്കോ അവളുടെ ചാച്ചനോ അച്ഛൻ്റെ ഫോൺ നമ്പർ അറിയില്ല. വീട്ടിലെ നമ്പറും അറിയില്ല. പിന്നെ എങ്ങനെയാണ്? പ്രിയയ്ക്ക് മറുപടിയില്ലായിരുന്നു. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എൻ്റെ മനസ്സ് മാറത്തില്ല. ഹണിയെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും ഞാൻ അവളെ മറക്കില്ല. സ്വന്തം വീട്ടുകാരെ പോലും മറന്ന് എന്നെ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചവളാണ് ഹണി. പക്ഷേ ശ്രീ, വിമിട്ടത്തോടെ പ്രിയ അവനെ നോക്കി. എന്താ ഏട്ടത്തി? കഴിഞ്ഞ കൊല്ലം നമ്മൾ ഒറ്റപ്പാലത്ത് ഒരു കല്യാണത്തിന് പോയപ്പോൾ ചെറുപ്പുളശ്ശേരിയിലെ ഒരു ഗോപേട്ടനെ കണ്ടത് നിനക്ക് ഓർമ്മയുണ്ടോ? 2 മക്കളാ, സുനന്ദയും സുപ്രിയയും. അവന് പെട്ടെന്ന് ഓർമ്മ വന്നില്ല. സുപ്രിയ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിന് പഠിക്കുവാണ്. ആ കുട്ടിയെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ അവർക്ക് നല്ല താല്പര്യമുണ്ട്.
വാക്കുറപ്പിക്കാൻ ഇന്ന് പോയിരിക്കുകയാണ് ചെറിയച്ഛനും സന്ദീപേട്ടനും. ശ്രീരാജ് ഞെട്ടി. അത് നടക്കില്ല ഏട്ടത്തി. ഇപ്പോൾ ഏട്ടത്തി അലക്കിക്കൊണ്ടുവന്ന മുണ്ടിൽ ഒരെണ്ണം മതി എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ. ശ്രീ, അവിവേകമൊന്നും കാണിക്കരുത് നീ, ഭയത്തോടെ പ്രിയ പറഞ്ഞു. അപ്പോഴാണ് കോളിംഗ് ബെല്ല് മുഴങ്ങിയത്. താഴെ ആരോ വന്നെന്ന് തോന്നുന്നു. ഞാൻ ചെന്ന് നോക്കിയിട്ട് വരാം. പ്രിയ തിടുക്കത്തിൽ കോണിപ്പടികൾ ഇറങ്ങി താഴെ ചെന്നു. മുൻവാതിൽ തുറന്നു നോക്കിയപ്പോൾ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പത്മകുമാരിയാണ് വന്നത്. ചെറിയമ്മേ, എനിക്ക് ശ്രീയെ ഒന്ന് കാണണം മോളെ. ശ്രീരാജ് ഇവിടെയുണ്ടെന്ന് അറിയാമായിരുന്നിട്ടും ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ ആദ്യമായിട്ടാണ് പത്മകുമാരി അവനെ കാണാൻ വന്നത്. കാണാൻ പോകരുതെന്നായിരുന്നു രാമചന്ദ്ര മേനോൻ്റെ ആജ്ഞ. അത് ധിക്കരിക്കാൻ പത്മകുമാരിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ചെറിയമ്മ വരൂ, പ്രിയ ക്ഷണിച്ചു. ശ്രീ എവിടെയാണ്? മോളിലുണ്ട്. എനിക്ക് അവനെ ഒന്ന് കാണണം. എന്നിട്ടെന്താ ഇതുവരെ ചെറിയമ്മ ഒന്ന് വരാഞ്ഞത്? ജീവനിൽ കൊതിയുള്ളതുകൊണ്ട്. പേടിയല്ല, പരിഹാസമാണ് പത്മകുമാരിയുടെ സ്വരത്തിൽ നിറഞ്ഞു നിന്നിരുന്നത്. മുൻവാതിൽ അടച്ച് ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ട് പത്മകുമാരിയെയും കൊണ്ട് കോണിപ്പടികൾ കയറി പ്രിയ മുകളിലേക്ക് ചെന്നു. അമ്മയെ കണ്ട് ശ്രീരാജ് പെട്ടെന്ന് എഴുന്നേറ്റു. മകനും അമ്മയും പരസ്പരം നോക്കി ഒരു നീണ്ട നിമിഷത്തോളം നിന്നു. പത്മകുമാരിയുടെ ഹൃദയത്തിൽ സ്നേഹവും വാത്സല്യവും സങ്കടവും ഒന്നിച്ചു നിറഞ്ഞു. പക്ഷേ അവർ ഒരു വികാരവും പുറമേ കാണിച്ചില്ല. അമ്മേ, അവൻ നിസ്സഹായതയോടെ വിളിച്ചു. ഞാൻ നിന്നെ കുറ്റപ്പെടുത്താൻ വന്നതല്ല, പക്ഷേ നീ ചെയ്ത പ്രവൃത്തികളുടെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അതിൽ അച്ഛനോ എനിക്കോ സന്ദീപിനോ പ്രിയയ്ക്കോ ഒരു പങ്കുമില്ല. എനിക്കറിയാം. അനുഭവിക്കാനുള്ളത് അനുഭവിച്ചു തീർത്തല്ലേ പറ്റൂ. പത്മകുമാരി ചെന്ന് അവൻ്റെ കട്ടിലിൽ ഇരുന്നു. നീ ഇരിക്കെ. അവൻ അമ്മയുടെ അടുത്തിരുന്നു. വാതിൽ പടിയിൽ ചാരി നിന്നതേയുള്ളൂ പ്രിയ. ചില കാര്യങ്ങൾ എനിക്കറിയണം. അതിനാണ് ഞാൻ വന്നത്. നീ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ച കാര്യങ്ങൾ. അമ്മയ്ക്ക് എന്താണ് അറിയേണ്ടത്? എല്ലാം ഞാൻ പറയാം. അവൻ സന്നദ്ധനായി. ഹണി എന്ന ആ പെണ്ണ് സത്യത്തിൽ നിന്റെ ആരാണ്? എൻ്റെ ഭാര്യയാണമ്മേ. അച്ഛനും അമ്മയും ബന്ധുക്കളും നാട്ടുകാരും ഒന്നും അറിയാതെ അവൾ എങ്ങനെ നിന്റെ ഭാര്യയായി? അന്യമതക്കാരിയാണ് അവൾ. എനിക്കിഷ്ടമായിരുന്നു അവളെ. അവൾക്കും അതുപോലെ തന്നെ എന്നെ. രണ്ടു വീട്ടുകാരും ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതം തരില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഞങ്ങൾ. എങ്ങനെയാണ് അവളെ നിനക്ക് പരിചയം? അവൾ എൻ്റെ ക്ലാസ്സിലാണ് പഠിച്ചത്. വീട്ടിൽ ആരൊക്കെയുണ്ട് അവൾക്ക്? അച്ഛനും അമ്മയും ഒരു ചേച്ചിയും. ചേച്ചി മാരേജ് കഴിഞ്ഞ് ഓസ്ട്രേലിയയിലാണ്. ചെങ്ങന്നൂരാണ് അവളുടെ വീട്. ആ പെണ്ണ് ഇപ്പോൾ എവിടെയുണ്ട്? കാക്കനാട്ട് ഒരു ഫ്ലാറ്റിൽ ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് സന്ദീപേട്ടൻ വന്ന് എന്നെ കൊണ്ടുവന്നത്. ഹണി ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ലമ്മേ. പത്മാവതിയുടെ ചോദ്യങ്ങളും ശ്രീരാജിൻ്റെ മറുപടിയും ശ്രദ്ധാപൂർവം കേട്ടുനിന്നു പ്രിയ. ഇപ്പോൾ എന്തിനാണ് ചെറിയമ്മ വന്ന് ഇതൊക്കെ അന്വേഷിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. നിങ്ങൾ എത്ര നാൾ ആ ഫ്ലാറ്റിൽ താമസിച്ചു? പത്മകുമാരി ചോദിച്ചു. 1 മാസത്തിലേറെ. എന്നിട്ട് ഇക്കാര്യമൊന്നും എന്താ നീ ഞങ്ങളോട് പറയാഞ്ഞത്? ധൈര്യമില്ലായിരുന്നു. നീ ഒരു ആണാണോടാ? ഒരു പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് പാതി വഴിക്കിട്ടിട്ട് കടന്നു കളഞ്ഞവൻ. നിന്റെ അമ്മയാണ് ഞാനെന്ന് പറയാൻ എനിക്ക് ലജ്ജയുണ്ട് അമ്മേ. അവൻ വേദനയോടെ വിളിച്ചു. ഞാൻ നിന്റെ അമ്മയല്ല. നീ എൻ്റെ മോനുമല്ല. ഒരു പാവം പെണ്ണിനെ ചതിച്ചിട്ട് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന നീ പുരുഷനുമല്ല. എനിക്ക് നിന്നെ കാണുകയും വേണ്ട. പത്മകുമാരി വേഗം എഴുന്നേറ്റ് മുറിയിൽ നിന്നിറങ്ങി. പ്രിയയും ശ്രീരാജും അന്താളിച്ച് പരസ്പരം നോക്കി. എന്താ ചേച്ചി അമ്മ ഇങ്ങനെ? എനിക്കറിയില്ല ശ്രീ. പ്രിയ തിടുക്കത്തിൽ കോണിപ്പടികൾ ഇറങ്ങി പത്മകുമാരിയുടെ പിന്നാലെ ചെന്നു. ചെറിയമ്മേ. പത്മകുമാരി തിരിഞ്ഞു നിന്നു. അവൻ്റെ അച്ഛനും സന്ദീപും കൂടി എവിടേക്കാണ് പോയതെന്ന് നിനക്കറിയാമല്ലോ? അറിയാം. ആ ഹണി ഗർഭിണിയാണ്. പ്രിയ ഞെട്ടി. ചെറിയമ്മ എങ്ങനെ അറിഞ്ഞു? അവളുടെ ഒരു കൂട്ടുകാരി കുറച്ചു മുമ്പേ വിളിച്ചു. അക്കാര്യം നീ അവനോട് പറയണ്ട. അറിഞ്ഞാൽ എൻ്റെ കുഞ്ഞ്. തൽക്കാലം അവനൊന്നും അറിയണ്ട. പ്രിയ മിണ്ടാനാവാതെ നിന്നു. ആ പെണ്ണ് മനസ്സുരുക്കി ശപിച്ചാൽ പിടിവാശിയും തറവാട്ട് മഹിമയും ഒക്കെ കത്തിച്ചാമ്പലാകും. കുടുംബം കുളം തോണ്ടും. കണ്ണീരടക്കി പത്മകുമാരി വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. ഞെട്ടലിൽ നിന്ന് വിമുക്തിയാകാതെ പ്രിയ നിന്നു. 4 മണി കഴിഞ്ഞപ്പോഴാണ് 2 ബൈക്കുകളിൽ ഉല്ലാസും രതീഷും റോണിയും ജെയിംസും വന്നത്. ഉച്ചമയക്കം കഴിഞ്ഞ് വിൽസൺ അപ്പോൾ സിറ്റൗട്ടിൽ വന്നിരിക്കുകയായിരുന്നു. അണ്ണോ, ഞങ്ങളെത്തി.
നാലുപേരും ഉല്ലാസത്തോടെ ബൈക്കിൽ നിന്നിറങ്ങി ഓടിക്കയറി വന്നു. റോണിയുടെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് കീറ്റ് ഉണ്ടായിരുന്നു. നിങ്ങളെപ്പോഴാണ് ലാൻഡ് ചെയ്തത്? വിൽസൺ ചോദിച്ചു. രാവിലെ വന്നു ഇച്ചായ. കുളിച്ച് കിടന്നുറങ്ങി. ഫുഡ് കഴിച്ചു. ഇന്ന് സൺഡേ അല്ലേ, നാളെ മുതൽ ഓഫീസിൽ പോകണ്ടേ, അതുകൊണ്ട് ഇന്ന് തന്നെ വന്ന് ഇച്ചായനെ കാണാമെന്ന് വിചാരിച്ചു. അവരുടെ സംസാരം കിച്ചണിൽ നിന്ന് വീണ കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ ചായ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലായിരുന്നു. ഇനിയിപ്പോൾ 2 ചായ പോരല്ലോ എന്നവൾ ഓർത്തു. ഇത് ഇച്ചായന് തരാൻ ഞങ്ങൾ ഗോവയിൽ നിന്ന് കൊണ്ടുവന്നതാ. ലോക്കൽ മെയ്ഡാണ്. ഒരു പെഗൊന്ന് കഴിച്ചു നോക്കണം. അപ്പം അറിയാം തീ പിടിപ്പിക്കുന്ന ആ എക്സ്പീരിയൻസ്. കിറ്റ് റോണി അയാളെ ഏൽപ്പിച്ചു. ഞാനിതൊക്കെ നിർത്തിയല്ലോടാ. എങ്കിലും അവരെ നിരുത്സാഹപ്പെടുത്താതിരിക്കാൻ വേണ്ടി വിൽസൺ ആ ഉപഹാരം വാങ്ങിച്ചു. അവർ ഡ്രോയിങ് റൂമിൽ വന്ന് ഇരുന്നു. ഗോവയിലെ വിശേഷങ്ങൾ പറയുന്നത് കേട്ട് വിൽസൺ പുഞ്ചിരിയോടെ ഇരുന്നു. ശരിക്കും ഞങ്ങൾ അണ്ണനെ മിസ് ചെയ്തു. ഹണി ഇവിടെ ഇല്ലേ? രതീഷ് തിരക്കി. ഞാനിവിടെ ഉണ്ടേ. വീണ അപ്പോൾ ഒരു ട്രെയിൽ 5 കപ്പ് ചായയും കൊണ്ടുവന്നു. അവൾ അതെല്ലാവർക്കും കൊടുത്തു. ടീ പോയിന്റ്മേൽ ഇരുന്ന കുപ്പി അവൾ കണ്ടു. അവളുടെ മുഖഭാവം മാറുന്നത് കൂട്ടുകാരും കണ്ടു. ഹണി, ഇത് അണ്ണന് വേണ്ടി ഞങ്ങൾ സ്നേഹത്തോടെ സ്പെഷ്യലായി കൊണ്ടുവന്നതാണ്. രാത്രി അത്താഴത്തിന് മുമ്പ് എന്നും സ്വല്പം കഴിക്കാൻ. അത് കുഴപ്പമൊന്നും ഉണ്ടാക്കത്തില്ല. അവളെ മയപ്പെടുത്താനായി ഉല്ലാസ് പറഞ്ഞു. ഏയ്, ഹണിക്ക് അതിലൊന്നും വിരോധമില്ലടാ. ഇന്നലെയും അവൾ എന്നോട് ചോദിച്ചു, എന്താ ഇപ്പം സ്മോളും ലാർജും ഒന്നും വേണ്ടേ എന്ന്. അത്രയ്ക്ക് സ്നേഹമാ അവൾക്ക് എന്നോട്. കൂട്ടുകാർ പൊട്ടിച്ചിരിച്ചു. വീണ ഒന്നും മിണ്ടാനാവാതെ നിന്നു. അല്പനേരം കൂടി കളിയും ചിരിയുമായി ഇരുന്നിട്ടാണ് 4 പേരും പോയത്. പാവങ്ങളാ, എനിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകും അവർ, വിൽസൺ പറഞ്ഞു. നാളെ മുതൽ കമ്പനി അടിക്കാൻ അവരെ കിട്ടുമല്ലോ. അങ്കിളിൻ്റെ വിഷമമെല്ലാം തീരും. വീണ പറഞ്ഞത് കേട്ട് അയാൾ അവളെ ഒന്ന് നോക്കി. മനസ്സിലായില്ല. നാളെ മുതൽ അങ്കിൾ ഓഫീസിൽ പോയി തുടങ്ങുമല്ലേ? അതെ, നാളെ രാവിലെ ഞാൻ ഹോസ്റ്റലിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ സർവ്വ സ്വാതന്ത്ര്യങ്ങളും ഉണ്ടാകുമല്ലോ. ഞാനിവിടെ ഉള്ളതല്ലേ എല്ലാത്തിനും തടസ്സം. നീ ഹോസ്റ്റലിലേക്ക് പോകാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ഇല്ല, പിന്നെന്തിനാണ് പോകുന്നത്? എൻ്റെ ആവശ്യം കഴിഞ്ഞു. ഇനി ഞാൻ പോകും. ആര് പറഞ്ഞു നിൻ്റെ ആവശ്യം കഴിഞ്ഞെന്ന്? അയാൾ ചോദിച്ചു. അങ്കിളിന് ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ വേണ്ടെന്ന് പറഞ്ഞിട്ടും നിർബന്ധപൂർവ്വം ഞാനിവിടെ വന്ന് താമസിച്ചതല്ലേ അങ്കിളിനെ ശുശ്രൂഷിക്കാൻ. ഇപ്പോൾ അങ്കിൾ സുഖം പ്രാപിച്ചു. പരസഹായമില്ലാതെ എല്ലാ കാര്യങ്ങളും നടത്താനുള്ള ആരോഗ്യം കിട്ടി. നാളെ മുതൽ ഓഫീസിലും പോകും. ഇനി എൻ്റെ ആവശ്യമില്ല, അവൾ വിശദീകരിച്ചു. ചാച്ചൻ്റെ വിചാരം ഞാൻ ഹോസ്റ്റലിലാണെന്നാണ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നതും. ചാച്ചൻ വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാകാൻ പാടില്ലല്ലോ. ഈപ്പച്ചായൻ വരാൻ ഇനി 7-8 ദിവസം കൂടി ഉണ്ടല്ലോ. അപ്പോഴേക്കും ഹോസ്റ്റലിലേക്ക് പോയാൽ മതി. അടുത്ത സൺഡേ ഈപ്പച്ചായൻ വരും. നിന്നെ ഞാൻ 2 ദിവസം മുമ്പേ ഹോസ്റ്റലിൽ കൊണ്ടുചെന്ന് വിടാം. അല്ല, എനിക്ക് പോകണം, അവൾ നിർബന്ധം പിടിച്ചു. 3-4 ദിവസം കൂടി നിനക്ക് ഇവിടെ താമസിച്ചുകൂടെ? നീ ഉണ്ടാക്കി തരുന്ന ഫുഡ് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. വീണ ഒന്നും മിണ്ടിയില്ല. അല്ല, നിനക്ക് വേണമെങ്കിൽ പോകാം. ഞാനായിട്ട് പിടിച്ചു നിർത്തുന്നില്ല. എനിക്കതിനുള്ള അവകാശമോ അധികാരമോ ഇല്ലല്ലോ. ഇത്രയും ദിവസം ഇവിടെ താമസിച്ച് എന്നെ പരിചരിക്കാൻ നിനക്ക് തോന്നിയത് നിൻ്റെ സന്മനസ്സ്. എന്നും ഞാൻ അതിന് നന്ദിയുള്ളവനായിരിക്കും. വിൽസൺ എഴുന്നേറ്റ് അയാളുടെ മുറിയിലേക്ക് പോയി. വീണ അവിടെ തന്നെ നിന്നു. ഹോസ്റ്റലിലേക്ക് പോകാൻ ഒട്ടും ആഗ്രഹമുണ്ടായിട്ടല്ല. ഈ വീടാണ് സ്വർഗം. പക്ഷേ പിടിക്കപ്പെടാനുള്ള സാധ്യത ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച ഹണിയുടെ ചാച്ചൻ വരും. അതിനു മുമ്പ് രക്ഷപ്പെട്ടില്ലെങ്കിൽ തന്നെ അങ്കിൾ പോലീസിൽ ഏൽപ്പിക്കുകയില്ലായിരിക്കും. പക്ഷെ ഉറപ്പായിട്ടും ഹരിപ്പാട്ട് കൊണ്ടുപോയി കരുണൻ അങ്കിളിനെയും ജലജ ആൻറ്റിയെയും കാണിക്കും. അവരുടെ പിടിയിലായി കഴിഞ്ഞാൽ അതോടെ നരക ജീവിതം തുടങ്ങും. താലിയും തീർപ്പിച്ച് അവരുടെ മകൻ രവീന്ദ്രൻ ഇപ്പോൾ കാത്തിരിക്കുകയാവും. വീണ ഒന്ന് നെടുവീർപ്പിട്ടു. 4-5 ദിവസമെന്നല്ലേ പറഞ്ഞത്? അത് നിഷേധിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി പോകണ്ട. വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ഹോസ്റ്റലിൽ കൊണ്ട് ചെന്ന് വിടാൻ പറയാം. അത് കഴിഞ്ഞൊരു ദിവസം പോലും പറ്റില്ല. ഹണിയുടെ ചാച്ചൻ വന്നു കഴിഞ്ഞാൽ എല്ലാം കലങ്ങി തെളിയും. അങ്കിളിൻ്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും തന്നെ ഒറ്റ കൊടുക്കരുതെന്ന് അപേക്ഷിക്കാം. അല്ലെങ്കിൽ നിത്യയുടെ വീട്ടിലേക്ക് പോയി കുറച്ച് ദിവസം ഒളിവിൽ താമസിക്കാം. അത് കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ ബാംഗ്ലൂരിലേക്കോ ഹൈദരാബാദിലേക്കോ പോകാം. കൂടെ പഠിച്ച ചില കൂട്ടുകാർക്ക് അവിടെയൊക്കെ പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അവർ സഹായിക്കും. അവൾ വിൽസൻ്റെ മുറിയിലേക്ക് ചെന്നു. ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുകയായിരുന്നു അയാൾ. അങ്കിൾ,
അയാൾ മുഖം തിരിച്ചു നോക്കി. പോകാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ ഇനിയും ഞാനിവിടെ താമസിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ്. വ്യാഴാഴ്ച എന്നെ ഹോസ്റ്റലിൽ കൊണ്ടുചെന്ന് വിടണം. സമ്മതിച്ചോ? അവൾ ചോദിച്ചു. ലാപ്ടോപ്പ് അടച്ചു വെച്ചിട്ട് അയാൾ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു. സമ്മതിച്ചു. അതിനു മുമ്പ് രണ്ടിലൊന്ന് അറിയാമല്ലോ, അയാൾ പറഞ്ഞു. രണ്ടിലൊന്നോ? അതെന്താണ്? അതൊരു സസ്പെൻസാണ്. ഇപ്പോൾ നീ അറിയണ്ട. വീണയ്ക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ വീണ്ടും ചോദിക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായില്ല. പിറ്റേന്ന് രാവിലെ വിൽസൺ ഭംഗിയായി വേഷം ധരിച്ച് കാറുമെടുത്ത് ഓഫീസിലേക്ക് പോയി. ഇനി 4 ദിവസം മാത്രം. അങ്കിളിന് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. മഷ്റൂം മസാല ഇഷ്ടമാണ്. പൊടിമീൻ ഫ്രൈ ഇഷ്ടമാണ്. കടച്ചക്ക തോരനും മീൻ മപ്പാസും കാളനും തേങ്ങ കുത്തിയിട്ട നാടൻ കോഴിക്കറിയും ഒക്കെ ഇഷ്ടമാണ്. ഉച്ച കഴിഞ്ഞ് അവൾ ബിഗ് ഷോപ്പറും എടുത്ത് വീട് പൂട്ടി ശാസ്തമംഗലത്തേക്ക് പോയി. വെറൈറ്റി സ്റ്റോറിൽ ഫ്രഷ് മഷ്റൂം കിട്ടും. അവിടെ തന്നെ പൊടിച്ച് പാക്കറ്റിലാക്കിയ മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലക്കൂട്ടും കിട്ടും. ഓട്ടോയിൽ വെറൈറ്റി സ്റ്റോറിൻ്റെ മുന്നിൽ തന്നെ അവൾ ചെന്നിറങ്ങി. സ്റ്റോറിൽ അപ്പോൾ തിരക്ക് കുറവായിരുന്നു. വീണ കയറി ചെന്നപ്പോൾ തന്നെ സെയിൽസ്മാൻ മുകുന്ദൻ അവളെ കണ്ടു. അയാളൊന്ന് ഞെട്ടി. ആവശ്യമുള്ള സാധനങ്ങൾ അവൾ ബാസ്ക്കറ്റിലെടുത്ത് ഒരു ഷെൽഫിൽ നിന്ന് അടുത്തതിലേക്ക് നീക്കി തുടങ്ങിയപ്പോൾ മുകുന്ദൻ മൊബൈലുമായി ഷോപ്പിൽ നിന്നു വെളിയിലേക്കിറങ്ങി. രവീന്ദ്രൻ്റെ നമ്പർ എടുത്ത് അയാൾ ഉടൻ വിളിച്ചു. എന്താ മുകുന്ദ? രവീന്ദ്രൻ കോൾ എടുത്തു. വീണ എന്ന ആ കുട്ടി വന്നിട്ടുണ്ട്, മുകുന്ദൻ പറഞ്ഞു. രവീന്ദ്രൻ എന്താണോ പറയുന്നതെന്നറിയാൻ അയാൾ കാത്തു. അടുത്ത ഭാഗം നാളെ.